ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നോക്കൂ, ഇന്ന് ജനുവരി 27 2026 ആദ്യത്തെ മാസം ഏകദേശം തീരാറായി. സത്യസന്ധമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വർഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അവസ്ഥ എന്താണ്? പഴയ അതേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതേ കടബാധ്യതകൾ, പണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പഴയ അതേ സ്ട്രെസ്, ഇതാണോ ഇപ്പോഴും നിങ്ങളുടെ സിറ്റുവേഷൻ? പലരും ജനുവരി 1 എടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഇപ്പോൾ മറന്നു തുടങ്ങി കാണും, അല്ലേ? ഈ വർഷം എല്ലാം ശരിയാവും എന്ന് വെറുതെ വിചാരിച്ചുകൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. കാരണം കലണ്ടർ മാറിയെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ആ പഴയ ഇല്ലായ്മയുടെ പ്രോഗ്രാമിംഗ് ആണ്. പക്ഷേ ഒരു നിമിഷം ഒന്ന് നിൽക്കൂ. കഴിഞ്ഞ വർഷം ജനുവരിയിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? ഈ വർഷം ഞാൻ സാമ്പത്തികമായി രക്ഷപ്പെടും, എൻ്റെ കടങ്ങളെല്ലാം തീർക്കും, ഞാൻ ആഗ്രഹിച്ച ആ ജീവിതം തുടങ്ങും എന്നൊക്കെ ഉറപ്പിച്ചിരുന്നില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഡിസംബർ ആയപ്പോഴേക്കും എല്ലാം പഴയപടിയായി, അല്ലേ? പണം വരുന്നുണ്ട്, പക്ഷേ വന്ന വഴി അറിയില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു തടസ്സം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, 2026 അങ്ങനെ തന്നെ പോണോ? അതോ പണം നിങ്ങളെ തേടി വരുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വർഷമായി ഇതിനെ മാറ്റണോ? തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പക്ഷേ വിഷമിക്കേണ്ട, ഇനിയും വൈകിട്ടൊന്നുമില്ല. ജനുവരി തീരാൻ ഇനി 4 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. നിങ്ങളുടെ ഈ വർഷത്തെ മൊത്തം ഭാഗ്യം മാറ്റിമറിക്കാൻ ഒരു 30 ദിവസം ഇനിയും തുറന്നു തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരാൻ സഹായിക്കുന്ന, ഒരു കാലത്തും പരാജയപ്പെടാത്ത ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനിഫെസ്റ്റേഷൻ പ്രോട്ടോകോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങളുടെ മൈൻഡിനെ ഐഡന്റിറ്റി ലെവലിൽ മാറ്റിയെടുക്കുന്ന 2 പവർഫുൾ കമാൻഡുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും പണം നമ്മുടെ അടുത്ത് നിൽക്കാത്തത്? നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ പണം കിട്ടുമെന്നാണ്. ആക്ഷൻ എടുക്കണം എന്നത് ശരിയാണ്, പക്ഷെ അത് പകുതി മാത്രമേ ശരിയാവുന്നുള്ളൂ. ബാക്കി പകുതി നിങ്ങളുടെ ഉള്ളിലെ പ്രോഗ്രാമിംഗ് ആണ്. ഇപ്പോൾ തന്നെ കണ്ണടച്ച് 5 സെക്കൻഡ് പണം എന്ന വാക്കിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ നെഞ്ചിൽ ഒരു ഭാരം തോന്നുന്നുണ്ടോ, അതോ സന്തോഷമാണോ? മിക്കവരുടെയും മനസ്സിലേക്ക് വരുന്നത് ബില്ലുകളും കടവുമായിരിക്കും. ഇതാണ് നിങ്ങളുടെ മണി പ്രോഗ്രാം. നമ്മൾ വിചാരിക്കും ജനുവരി ആവുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവുന്നു. എന്നാൽ സത്യം അതല്ല. കലണ്ടർ മാറിയതുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് മാറുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അതേ പേടിയും അതേ ഇല്ലായ്മ ബോധവുമാണ് നിങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ഓരോ തവണയും എനിക്കിതിന് പണമില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സ് അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ലല്ലോ ഇത് പുതിയ വർഷമാണെന്ന്. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ്. നമ്മൾ എപ്പോഴും എന്താണോ പറയുന്നത് അത് സത്യമാണെന്ന് അത് വിശ്വസിക്കും. എൻ്റെ കയ്യിൽ പണമില്ല, പണം ഉണ്ടാക്കാൻ വലിയ പാടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സത്യമായിട്ട് എടുക്കുകയും പണം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പലരും പറയാറുണ്ട്, ഞാൻ ദിവസവും പോസിറ്റീവായിട്ട് സംസാരിക്കാറുണ്ട്, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഈ അഫർമേഷൻസ് പലപ്പോഴും പരാജയപ്പെടുന്നത്? ഉദാഹരണത്തിന്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് ഞാൻ ഒരു കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഉടനെ നീ കള്ളമാണോ പറയുന്നതെന്ന് അവിടെ ഒരു റെസിസ്റ്റൻസ് വരും, അല്ലേ? സാധാരണ ജനുവരി മാസങ്ങളിൽ നമ്മുടെ മനസ്സ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ മനസ്സിനെ ശരിയായ രീതിയിൽ ട്രെയിൻ ചെയ്താൽ ഈ ഒരു വർഷം മുഴുവൻ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. പണത്തെ ആകർഷിക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന 2 കമാൻഡുകൾ നമുക്കിന്ന് പഠിക്കാം. പണം എന്നെ സ്നേഹിക്കുന്നു, ഇതാണ് ഒന്നാമത്തെ കമാൻഡ്. ഇതിപ്പോൾ തന്നെ ഒരിടത്തുനിന്ന് കുറിച്ച് വെച്ചോളൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം. പണം എന്നെ സ്നേഹിക്കുന്നുവെന്നോ, അതെങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സാധാരണയായി നമ്മൾ പണത്തിന് പിറകെ ഓടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പണം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പണം നിങ്ങളെ അന്വേഷിച്ചു വരുന്നു എന്നൊരു സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്. സാധാരണ പണത്തെ ഭയത്തോടെയാണ് പലരും കാണുന്നത്. എന്നാൽ നിങ്ങൾ പണത്തെ ഒരു സുഹൃത്തായിട്ടൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കില്ലേ? നിങ്ങൾ എവിടെ പോയാലും ആ സുഹൃത്ത് നിങ്ങളെ ഇങ്ങനെ തേടി വരില്ലേ? അതുപോലെ പണം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങും. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇത്ര പവർഫുൾ ആകുന്നത് എന്നുകൂടി പറയാം. കാരണം ഇത് നിങ്ങളുടെ കയ്യിൽ എത്ര പണം
ഉണ്ട് എന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് പണവും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടേണ്ടി വരില്ല, പകരം ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിറയും. നിങ്ങളുടെ പെരുമാറ്റം മാറും. പണമില്ല എന്ന ടെൻഷന് പകരം പണം എൻ്റെ അടുത്തേക്ക് വരും എന്നൊരു കോൺഫിഡൻസ് വരും. ഈ ഒരു മാറ്റമാണ് പണത്തെ നിങ്ങളിലേക്ക് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങാൻ കടയിൽ പോയി എന്ന് വിചാരിക്കാം. അത് വാങ്ങുമ്പോൾ അയ്യോ എൻ്റെ കയ്യിലെ പണം തീർന്നല്ലോ എന്ന് പേടിയല്ല വേണ്ടത്. പകരം പണം എന്നെ സ്നേഹിക്കുന്നു, അത് കൂടുതൽ കരുത്തോടെ എന്നിലേക്ക് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുക. ആ മാറ്റം നിങ്ങളുടെ മുഖത്തെ ചിരിയിലും ആത്മവിശ്വാസത്തിലും കാണാം. ആ ആത്മവിശ്വാസമാണ് പുതിയ അവസരങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി പണം എന്നെ അനുസരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കമാൻഡ്. ആദ്യത്തെ കമാൻഡ് പണവുമായിട്ടുള്ള ബന്ധം ശരിയാക്കിയെങ്കിൽ രണ്ടാമത്തെ കമാൻഡ് പണത്തിന് മേൽ നിങ്ങൾക്കുള്ള അധികാരം ഉറപ്പിക്കുന്നു. പലരും പണത്തെ പേടിയോടെയാണ് കാണുന്നത്, എന്നാൽ പണം എന്നത് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു എനർജിയാണ്. നമ്മളിൽ പലരും പണത്തിന്റെ അടിമകളാണ്. പണമില്ലാത്തതുകൊണ്ട് നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. ഇന്ന് മുതൽ നിങ്ങൾ പണത്തോട് ആജ്ഞാപിക്കാൻ തുടങ്ങണം. പണം എങ്ങോട്ട് പോകണം, എങ്ങനെ വരണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പണം എന്നെ അനുസരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറും. നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു നിക്ഷേപം നടത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കമാൻഡ് നിങ്ങൾക്ക് വലിയൊരു ധൈര്യം നൽകും. പണം നിങ്ങളെ ഭരിക്കാനല്ല, നിങ്ങളെ സേവിക്കാനാണ് ഉള്ളത് എന്ന് മനസ്സിൽ പഠിപ്പിക്കുക. പണം എന്നെ അനുസരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ നിങ്ങൾ ഭയത്തിൽ നിന്നല്ല, മറിച്ച് അധികാരത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്കിത് വാങ്ങാൻ പറ്റുമോ എന്ന പേടിക്ക് പകരം ഇതെനിക്ക് വേണോ എന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പഴയ രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി? ഒന്നുമില്ലല്ലോ. അപ്പോൾ പുതിയൊരു രീതി പരീക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? മുൻപ് പണം ചിലവാക്കുമ്പോൾ വേദന, ബില്ലുകൾ കാണുമ്പോൾ ടെൻഷൻ, ശേഷം പണം വരുന്നത് കാണുമ്പോൾ നന്ദി, ചിലവാക്കുമ്പോൾ ആത്മവിശ്വാസം, പുതിയ വഴികൾ തെളിയുമ്പോൾ സന്തോഷം. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളുടെ എനർജി മാറുമ്പോൾ നിങ്ങളുടെ ലോകം മാറും. പണം നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. ഇനി ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. രാവിലെ ചെയ്യേണ്ടത് പറയാം. നമ്മുടെ ഓരോ പ്രഭാതവും നമുക്ക് പ്രധാനമാണ്. ഉണർന്ന ഉടനെ ഫോൺ എടുക്കുന്നതിന് മുൻപ് കണ്ണുകൾ അടച്ച് 3 തവണ പറയുക, പണം എന്നെ സ്നേഹിക്കുന്നു. അത് പറയുമ്പോൾ പണം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഉള്ളിൽ അനുഭവിക്കണം. ഇനി പകൽ സമയത്ത് ജോലി തിരക്കിനിടയിലോ ഷോപ്പിങ്ങിനിടയിലോ പണത്തെക്കുറിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ ശാന്തമായി പറയുക, പണം എന്നെ അനുസരിക്കുന്നു. നിങ്ങൾ പണത്തിന്റെ ബോസ് ആണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ 2 കമാൻഡുകളും 3 തവണ വീതം ആവർത്തിക്കുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും നന്നായി കാര്യങ്ങൾ പഠിക്കുന്നത് ഉറക്കത്തിലാണല്ലേ. അപ്പോൾ ഇനിയുള്ള 30 ദിവസം ഇത് മുടങ്ങാതെ ചെയ്യണം. 3 ദിവസമോ 5 ദിവസമോ ചെയ്ത് നിർത്തരുത്. നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സമയം വേണം. ആദ്യത്തെ കുറച്ച് ദിവസം മനസ്സിതിനെ എതിർത്തേക്കാം, പക്ഷേ നിങ്ങൾ നിർത്തരുത്. പതുക്കെ പതുക്കെ നിങ്ങളുടെ ചിന്താഗതി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ 30 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്നുകൂടി പറയാം. ആദ്യത്തെ ആഴ്ച നിങ്ങളുടെ മനസ്സ് ഇതിനെ എതിർക്കും. ഇതൊന്നും നടക്കില്ല എന്ന് തോന്നും. അത് സാരമില്ല, നിങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക. 2ാമത്തെ ആഴ്ച ഉള്ളിൽ ചില മാറ്റങ്ങൾ തോന്നും. ടെൻഷൻ കുറയും. പണത്തെക്കുറിച്ച് പുതിയ ചില ഐഡിയകൾ മനസ്സിൽ വരും. 3ാമത്തെ ആഴ്ച അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പണം കിട്ടുകയോ ആരെങ്കിലും കടം തിരിച്ചു തരികയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ വരികയോ ഒക്കെ ചെയ്യും. 4ാമത്തെ ആഴ്ച വലിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. പുതിയ ജോലിയോ ബിസിനസ് ഡീലോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സാഹചര്യങ്ങൾ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടാകും. പക്ഷേ സാഹചര്യങ്ങളല്ല നമ്മളെ തീരുമാനിക്കുന്നത്. നമ്മുടെ ചിന്തകളാണ് സാഹചര്യങ്ങളെ ഉണ്ടാക്കുന്നത്. ജനുവരി മാസം അവസാനിച്ചിട്ടൊന്നുമില്ല. ഇത് കൈവിട്ട് കളയരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഐശ്വര്യമുള്ള വർഷമായി മാറാൻ പോവുകയാണ്. പണത്തെ ഭയപ്പെടുന്നത് അവസാനിപ്പിക്കൂ. അതിനെ സ്നേഹിക്കൂ. അതിനെ ആജ്ഞാപിക്കൂ.
അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്